ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ന്യൂ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പം ഞങ്ങൾക്ക് സുഖമാണ്. ഒന്ന് കുറച്ച് ധൃതി പിടിച്ച ദിവസമാട്ടോ. രാവിലെ നല്ല തിരക്കിട്ട ദിവസമാണ്. അപ്പം താഴെ അനിയൻ്റെ 2 മക്കളും ഇവിടുത്തെ മോളും അങ്ങനെ 3 പേരാട്ടോ ഇവിടുന്ന് സ്കൂൾക്ക് പോകാനുള്ളത്. അപ്പം ഇന്ന് എല്ലാവർക്കും ഇവിടെ തന്നെയാണ് ചോറും കറിയൊക്കെ. അവിടെ ആരുമില്ല. ഒരു ചെറിയൊരു ആസ്പത്രി പ്രശ്നമുണ്ട്, അങ്ങനെ പോയിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് കൊടുത്തയക്കും വേണം, കുട്ടികളെ പറഞ്ഞയക്കണം, അങ്ങനെയൊക്കെയുള്ള തിരക്കിലാട്ടോ രാവിലെ തന്നെ. അപ്പം അതാ രാവിലെ ആസ്പത്രിക്ക് പോണവർക്ക് കഴിച്ചിട്ട് വേണം അവിടെ എല്ലാവർക്കും കൊണ്ടുപോകാൻ. അപ്പം അതിനൊക്കെ വേണ്ടി നേരത്തെ നീച്ചിക്കണം കേട്ടോ. കുട്ടികളെയും പറഞ്ഞേക്കണ്ടേ, 3 ആളെയും കൂടി കുളിപ്പിച്ചൊരുക്കിയൊക്കെ വിടണമെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ്. ഒന്ന് വലുതായിക്കണ്, മറ്റേ 2 ഒരു പ്രായമായതുകൊണ്ട് അല്ലെ പറഞ്ഞേക്കൽ കുറച്ചൊരു പണിയാണ്. അപ്പം അങ്ങനെ എന്നാലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ രാവിലെ നീച്ചിക്കണ്, ദോശയാണ് ഇന്ന്. ദോശ ചുടുന്നുണ്ട്. ആ ദോശയ്ക്ക് ഉള്ളിക്കറിയാണ്, മുട്ടക്കറിയാണ് കേട്ടോ. അതിലെ മുട്ടയും ഒക്കെ ആക്കി വെച്ചു. പിന്നെ ആസ്പത്രിക്കുള്ളത് ഞാൻ പാത്രത്തിലാക്കി, കുറച്ച് മതി, ഒരാൾക്കുള്ളത് മതി കേട്ടോ. പിന്നെ അങ്ങനെ അത് കൊടുത്തയച്ചു. പോണോല് കഴിച്ചങ്ങാണ്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ കുട്ടികൾക്കുള്ളത് പിന്നെ എന്താണ് കാബേജ് കൊണ്ടൊരു തോരനും, പിന്നെ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക കേട്ടോ. ഇത് ചമ്മന്തിപ്പൊടിയാണ്. തേങ്ങയും ഇഞ്ചിയും ചെറിയുള്ളിയും കുറച്ച് പുളിയും പിന്നെ കറിവേപ്പിലയൊക്കെ പാടെ ഇട്ടുങ്ങാണ്ട് വറുത്ത് അത് ചമ്മന്തി ആക്കിയിരിക്കണ്. പിന്നെ ഒരു മുട്ട കൊണ്ടൊരു തോരനും അങ്ങനെയായിട്ട് ഉണ്ടാക്കിയിരിക്കണ ഓൽക്ക് കൊടുത്തയക്കാൻ കുട്ടികൾക്ക്. അപ്പം അതൊക്കെ അങ്ങനത്തെയൊക്കെ തിരക്കുകളാണ് രാവിലെ. നല്ല തിരക്ക് തന്നെയാണ് അത്. ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ, പിന്നെ ഒന്നുമില്ല. അതുവരെ അല്ലേ വരുള്ളൂ. അപ്പോൾ തന്നെ ഉള്ളൂ ആസ്പത്രിക്കുള്ളതും അപ്പം തന്നെ ആയല്ലോ, പിന്നെ ഫ്രീ ആയി. പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെ കുറച്ച് കറിയും കൂടി വെച്ചാൽ മതി. കറി വെച്ചിട്ടില്ല അതിൻ്റെ ഒപ്പം എന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയുണ്ട്, ഞാനങ്ങനെ ചമ്മന്തി പിന്നെ മുളകും പൊടിയൊക്കെ ഇട്ട് തേങ്ങ ഒന്ന് വറവായിട്ടാട്ടോ മുളകും പൊടി ഇടുന്നത്. അല്ലെങ്കിൽ മുളകും പൊടി ആദ്യം തന്നെ ഇട്ടാൽ കരിയും. അപ്പോൾ പിന്നെ ലാസ്റ്റാണ് പുളിയും മുളകും പൊടിയൊക്കെ ഇടുന്നത്. പിന്നെ ഇതിൽ തന്നെ തുള്ളി പൂട്ടുങ്ങാണ്ട് ഒന്നിങ്ങോട്ട് കറക്കി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മക്കൾക്ക് ഇത് പാത്രത്തിലാക്കണം, അല്ല കുളിപ്പിച്ചണം. പിന്നെ 2 എണ്ണത്തിനും കൂടിയും പരീക്ഷയാണ്, ചെറുത് 2 എണ്ണം. അവിടുത്തെ ഒന്നും ഇവിടുത്തെ ഒന്നും. 2 ആളും ഒരു പ്രായമാണ്. ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 2 ആളും ഒരേ ഇരട്ട കുട്ടികളെ മാതിരിയാട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഓല് അവിടെ ആരും ഇല്ലെങ്കിലും ഞാൻ തന്നെയാണ് പറഞ്ഞയക്കലും ഒക്കെ. പിന്നെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഓലും അങ്ങനെയാണ് കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഓലില്ല സമയത്താണ് 2 കൂടി തല്ലൂടാണെങ്കിലും പിന്നെ ഇല്ലാത്ത നേരത്ത് ഞാൻ പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ. അപ്പം നല്ല കുട്ടികളെ കാരം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ചമ്മന്തി ഒന്ന് കറക്കിയെടുക്കട്ടെ. ഒരുവിധമൊക്കെ വെന്തു. ഇനി കുടിക്കാൻ വെള്ളമാക്കണം. വെള്ളം ചൂടാറിയ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം തന്നെയാണ് കൊണ്ടുപോകൽ. അതുതന്നെയാണ് എന്നും. ഇവർക്കൊക്കെ ചുമ പെട്ടെന്നുണ്ട് പച്ചവെള്ളം കുടിച്ചാൽ. അപ്പം അങ്ങനെ പച്ചവെള്ളമൊന്നും കൊടുക്കലില്ല. വീട്ടിൽ നിന്നായാലും കൊടുക്കലില്ല, കൊടുത്തു വിടലും ഇല്ല കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡി ആയിക്കണം. നല്ല അടിപൊളി ചമ്മന്തി ആയിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി വാട്ടിയിട്ട്, വലിയ ഉള്ളിയാണ് സവാള കേട്ടോ, അത് വാട്ടിയിട്ടേക്കൊരു മുട്ടയും കൂടിയും കുത്തി ഒഴിച്ചാൽ ഓൽക്കില്ലതും റെഡിയായി. ഒരു മുട്ട തന്നെ ഉള്ളു കുത്തി ഒഴിച്ചിന്. രാവിലെ മുട്ട പുഴുങ്ങിയതും ഒക്കെ പാടെ ആകുമ്പോൾ ഇനി മുട്ട കുറേ വേണ്ടേ എഴുതിങ്ങാണ്ട്. പിന്നെ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു മുട്ടത്തോരൻ വേണം മുതമ്മാന്ന്. അങ്ങനെ ഞാൻ ആയിക്കോട്ടെ അതെങ്കിൽ അത് തിന്നോട്ടെ എഴുതിങ്ങാണ്ട് ഒരു മുട്ട എടുത്ത് അങ്ങനെ ഒഴിച്ചതാട്ടോ. ചോദിച്ചിന് ഉണ്ടാക്കി കൊടുത്താലേലും ചോറ് തിന്നട്ടെ. അപ്പം അങ്ങനെ ഇതാ മുട്ടക്കില്ലതൊക്കെ റെഡി ആയെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഞാൻ നല്ലോണം വയന്ന് വന്നിട്ടാണ് അതിൽ ഒരു നുള്ളു മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ടത്, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. പേരിന് ഉള്ളിടണ്,
കളറൊന്ന് മാറാൻ വേണ്ടിയാണ്ട്. അപ്പം അങ്ങനെ അതും ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ട കുത്തി ഒഴിച്ച് അതും കൂടി ഒന്ന് തോരനാക്കി എടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ഇങ്ങോട്ട് തന്നോളി, ആരും മടിച്ചണ്ട. പിന്നെ വീഡിയോ കാണാനൊന്നും ആരും മടിച്ചണ്ട, ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ തോരനും ഇവിടെ റെഡിയായി. ഇനി ഇതൊക്കെ ഈ മക്കളെ പാത്രത്തിൽ കൂടെ ഒന്ന് ആക്കണം. ഇവിടെ ഇപ്പോൾ ഈ കാണണിയിൽ 2 ആളതുള്ളൂ കേട്ടോ. 3 ആളതുണ്ട്, ഒരാളത് അപ്പുറത്തേനു.